ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് ജനുവരി മാസത്തിലെ ജോലി സാധ്യതകളെ കുറിച്ചിട്ടാണ്. അതിൽ പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് നോക്കുന്നത് ഡിഫൻസ് വാക്കൻസീസ് ആണ് കേട്ടോ. ഒരുപാട് പേരുടെ സ്വപ്നമാണ് ഇന്ത്യൻ ആർമിയിലൊക്കെ കയറുക എന്നുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് നോക്കാം. ഇന്ത്യൻ ആർമിയിൽ 380 എഞ്ചിനീയേഴ്സിന്റെ വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. അപ്പം അപേക്ഷ ഫെബ്രുവരി 5 വരെയാണ് ഉള്ളത്. കരസേനയിൽ 380 എഞ്ചിനീയേഴ്സിന്റെ വാക്കൻസീസ് വന്നിട്ടുണ്ട്. കരസേനയുടെ 67ാമത് ഷോർട്ട് സർവീസ് കമ്മീഷൻ ടെക് കോഴ്സ് പ്രവേശനത്തിന് ഫെബ്രുവരി 5 വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് അപ്ലിക്കേഷൻസ് ക്യാൻ ബി സബ്മിറ്റഡ് ഓൺലൈൻ ടിൽ February 5 for admission to the 67th Short Service Commission course of the Army. The course, which will start in October 2026, has 350 vacancies. 350 vacancies. നമ്മൾ പറഞ്ഞ ടോട്ടൽ 380 ആണ്. 350 വാക്കൻസീസ് മെന്നിനും 29 വാക്കൻസീസ് വിമനുമാണ് ഉള്ളത് കേട്ടോ. അപ്ലിക്കൻസ് മസ്റ്റ് ബി അൺമാരിഡ്, അവിവാഹിതരായിരിക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി ഇതിൽ ഓരോരോ സ്ട്രീമിലുള്ള വാക്കൻസീസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഷോർട്ട് സർവീസ് കമ്മീഷൻ മെൻ കോഴ്സിൽ മെക്കാനിക്കലിൽ 101 വാക്കൻസീസ്, സിവിലിൽ 75 വാക്കൻസീസ്, ഇലക്ട്രോണിക്സിൽ 64 വാക്കൻസീസ്, കമ്പ്യൂട്ടർ സയൻസിൽ 60 വാക്കൻസീസ്, ഇലക്ട്രിക്കലിൽ 33 വാക്കൻസീസ്, മിസലേനിയസ് എഞ്ചിനീയറിംഗ് സ്ട്രീംസിൽ 17 വാക്കൻസീസ്. അങ്ങനെയാണ് ടോട്ടൽ വാക്കൻസീസ് അതിൽ വന്നിട്ടുള്ളത്. ഇനി ഷോർട്ട് സർവീസ് കമ്മീഷൻ വിമൻ കോഴ്സ് ആണെങ്കിൽ മെക്കാനിക്കലിൽ 9 വേക്കൻസീസ് ഉണ്ട്, സിവിലിൽ 7 വേക്കൻസീസ് ഉണ്ട്, ഇലക്ട്രോണിക്സിൽ 64 ആണെങ്കിൽ ഇവിടെ 6 ആണുള്ളത്, കമ്പ്യൂട്ടർ സയൻസിൽ അവിടെ 60 ആണെങ്കിൽ ഇവിടെ 4 ആണുള്ളത്, ഇലക്ട്രിക്കലിൽ 3. അങ്ങനെയാണ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏജ് ലിമിറ്റ് ഉണ്ട്. 28 to 27 വയസ്സുള്ളവർക്ക് മാത്രമാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിന്റെ ട്രെയിനിങ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ 49 ആഴ്ചയിൽ വരുന്ന പരിശീലനമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇത് വിജയകരമായി പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് PG ഡിപ്ലോമ ഇൻ ഡിഫൻസ് മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജി സ്റ്റഡീസിൽ യോഗ്യത ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ ലെഫ്റ്റനന്റ് റാങ്കിലായിരിക്കും നിയമനം. ആ കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് 49 വീക്സ് ഓഫ് ട്രെയിനിങ് ആയിരിക്കും ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ. Those who successfully completed this will be awarded the PG diploma in defense. അതായത് ഈ 49 ആഴ്ചയിലെ ട്രെയിനിങ് വളരെ നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് എന്ത് കിട്ടും? PG ഡിപ്ലോമ. ഏതിലെ? ഡിഫൻസ് മാനേജ്മെന്റിലെ PG ഡിപ്ലോമയും കിട്ടും. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് സ്റ്റഡീസ് ക്വാളിഫിക്കേഷനും കിട്ടുന്നതായിരിക്കും. അപ്പോയിന്റ്മെന്റ് എന്ത് റാങ്കിലായിരിക്കും? ലെഫ്റ്റനന്റ് റാങ്കിലായിരിക്കും അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരിക്കുക. അതിന്റെ സ്റ്റൈപ്പൻഡ് ഓഫ് 56,100 rupees ആണ് ഇതിന്റെ സ്റ്റൈപ്പൻഡ് വന്നിട്ട് പറയാനായിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് SSB ഇന്റർവ്യൂവിന്റെ ബേസിസിലായിരിക്കും തെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും, സൈക്കോളജിക്കൽ ടെസ്റ്റ് കാര്യങ്ങൾ എല്ലാം ഉണ്ടായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ മതി. www.joinindianarmy.com എന്നുള്ള വെബ്സൈറ്റിൽ .nic.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 380 വാക്കൻസീസ് ആണുള്ളത്. ഫെബ്രുവരി 5 വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. www.joinindianarmy.nic.in അല്ലെ? ഒന്നുകൂടി പറയാം, www.joinindianarmy.nic.in എന്നുള്ള വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് ഫുൾ കിട്ടുന്നതായിരിക്കും. 49 വീക്സിന്റെ ട്രെയിനിങ് ആണ് നമ്മൾ ഇവിടെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ്? ഡിഫൻസ് മാനേജ്മെന്റിലെ ഡിപ്ലോമ PG ഡിപ്ലോമ കിട്ടുന്നു. അതിനുശേഷം സ്ട്രാറ്റജിക് സ്റ്റഡീസ് ക്വാളിഫിക്കേഷൻ ലഭിക്കുന്നു. വിത്ത് സ്റ്റൈപ്പൻഡ് ആണ്. 56,100 രൂപയാണ് സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത്. അതിന്റെ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് SSB ഇന്റർവ്യൂ മെഡിക്കൽ എക്സാമിനേഷൻ വഴിയാണ്. ഇനി ഇതുപോലത്തെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.